വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. വേനൽക്കാല രോഗങ്ങൾ രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് പകർച്ചവ്യാധികൾ, മറ്റൊന്ന് അല്ലാത്തവ. വേനൽക്കാലത്ത് വരുന്ന പകർച്ചവ്യാധിയിൽ പ്രധാനപ്പെട്ടത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് വർഷത്തിലെ എല്ലാ സമയത്തും ഉണ്ടാകുമെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വേനൽക്കാലത്താണ്. ഇതൊരു വൈറസ് രോഗമാണ്. വായുവിലൂടെയാണ് പ്രധാനമായും ചിക്കൻ പോക്സ് പകരുന്നത്. എന്നാലും ശരീരത്തിൽ വരുന്ന കുമിളകളിൽ നിന്നുള്ള സ്രവങ്ങളിൽ നിന്നും ഇവ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാറുണ്ട്. ആദ്യ ലക്ഷണങ്ങൾ പനി, ജലദോഷം, ദേഹം വേദന, തൊണ്ടവേദനയൊക്കെ ആണെങ്കിലും 2-3 ദിവസം കഴിയുമ്പോൾ ശരീരത്തിൽ അങ്ങിങ്ങായി വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള കുമിളകൾ കാണപ്പെടുന്നതാണ്. എന്നാൽ ഈ കുമിളകൾ കാണപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാൻ ആരംഭിക്കും. അതിനാൽ തന്നെ സ്കൂളുകളിൽ ഈ അസുഖം പെട്ടെന്ന് പകർന്നു പിടിക്കും. 99% ലക്ഷണങ്ങളിൽ കൂടെയാണ് രോഗനിർണയം നടത്തുന്നത്. കൺഫേം ചെയ്യാൻ ബ്ലഡ് ടെസ്റ്റുകൾ നടത്താം. ഇതിൻ്റെ പ്രതിവിധി ധാരാളം വെള്ളം കുടിക്കുക, അസുഖം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ പൂർണ്ണ വിശ്രമം എടുക്കുക, ഇതിനുവേണ്ടിയുള്ള ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ഇതിന് വാക്സിനുണ്ട്. 15-ാം മാസത്തിൽ ആണ് ഇതിൻ്റെ ഒരു വാക്സിൻ ആദ്യമായി ആരംഭിക്കുന്നത്. വാക്സിൻ എടുക്കുന്നത് വഴി ഇത് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. വേനൽക്കാലത്ത് വരുന്ന മറ്റ് പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ടത് വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ജലജന്യ രോഗങ്ങളാണ്. മലിനമായ ജലം, വൃത്തിരഹിതമായ ഭക്ഷണം, ഈച്ച പോലുള്ള പ്രാണികൾ പകർത്തുന്ന രോഗങ്ങൾ, ഇവ മൂലമാണ് ഈ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ഒരു വൈറസ് രോഗമാണ്. മഞ്ഞപ്പിത്തം ഉണ്ടാകുന്ന വൈറസ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്നറിയപ്പെടുന്നു. അത് 5 തരമുണ്ട് എങ്കിലും വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നീ വൈറസുകളാണ്. ഈ വൈറസ് ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച മുതൽ 2 മാസം വരെയുള്ള സമയത്തിനകത്തായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ശരീരവേദന, പനി, വിശപ്പില്ലായ്മ, ഛർദി എന്നിവയാണ് ആദ്യമുണ്ടാകുന്നത് എങ്കിലും വളരെ മഞ്ഞ നിറത്തിലുള്ള മൂത്രം പോകുന്നതോടുകൂടിയാണ് മഞ്ഞപ്പിത്തമാണെന്നുള്ള സംശയം ഉണ്ടാകുന്നത്. കണ്ണുകളിൽ മഞ്ഞനിറം ഉണ്ടാകാം എങ്കിലും ചില ആളുകളിൽ ഈ മഞ്ഞനിറം ഉണ്ടാകണമെന്നില്ല. മഞ്ഞപ്പിത്തം നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വഴി കൺഫേം ചെയ്യാം. ഈ മഞ്ഞപ്പിത്തത്തിനും ധാരാളം വെള്ളം കുടിക്കുകയും പൂർണ്ണമായ വിശ്രമം എടുക്കുകയും ലഘുവായ ഭക്ഷണം കഴിക്കുകയുമാണ് പ്രതിവിധികൾ. ഇതിൻ്റെ പ്രതിരോധിക്കുവാൻ വേനൽക്കാലത്ത് കഴിവതും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. പലപ്പോഴും വേനൽക്കാലത്ത് പാതയോരങ്ങളിൽ കിട്ടുന്ന വെള്ളം കുടിക്കുന്നത് വഴി ഈ മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു രോഗമാണ് വയറിളക്ക രോഗങ്ങൾ, അതിസാരം, വയറുകടി എന്നിവ. ഇതും മലിനജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും പകരുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിർജ്ജലീകരണമാണ്. ഈ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ആണ് ഈ അസുഖം ഭേദമാകുന്നവരെ നോക്കേണ്ടത്. ഓരോ പ്രാവശ്യം വയറ്റിൽ നിന്നും ദ്രവരൂപത്തിൽ മലം പോകുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ORS ലായനിയുടെ രൂപത്തിൽ കുടിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ORS ലായനിയും സിങ്കുമാണ് നമ്മൾ ചികിത്സയ്ക്കായി കൊടുക്കുന്നത്. എന്നാൽ മലത്തിൽ കൂടി രക്തമോ പഴുപ്പോ പോകുന്ന അവസ്ഥയുണ്ടായാൽ അത് വയറുകടി എന്ന അസുഖമാണ്. അതിന് ആൻറ്റിബയോട്ടിക് വേണ്ടിവരും. മറ്റൊരു രോഗം കോളറയാണ്. ഇപ്പോൾ കോളറ എന്ന അസുഖം വളരെ സാധാരണമായി കാണുന്നില്ലെങ്കിലും ജീവന് ആപത്തുണ്ടാക്കുന്ന ഒരു അസുഖമാണ് കോളറ. വിബ്രിയോ കോളറ എന്ന വൈറസാണ് ഇതുണ്ടാക്കുന്നത്. കഞ്ഞിവെള്ളം പോലെ മലം പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിർജ്ജലീകരണം ഉണ്ടാവുകയും ഷോക്കിലേക്ക് പോവുകയും ചെയ്യും. കോളറയ്ക്ക് ORS ലായനി കൊടുക്കാമെങ്കിലും ബോധക്ഷയം ഉണ്ടാകാവുന്ന ചാൻസ് പെട്ടെന്നുള്ളത് കൊണ്ട് മിക്കവാറും ഡ്രിപ്പായിട്ട് തന്നെ IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. ആൻറ്റിബയോട്ടിക്സിൻ്റെയും ആവശ്യമുണ്ട്. സിങ്ക്, ORS എല്ലാം ഇതിനും ആവശ്യമാണ്. മറ്റൊന്ന് ടൈഫോയിഡാണ്. ടൈഫോയിഡിന് കഠിനമായ പനി, തലവേദന, ഛർദി, വയറിളക്കം ഒക്കെ ഉണ്ടാകാം എങ്കിലും എല്ലാവരിലും എല്ലാ ലക്ഷണവും കാണണമെന്നില്ല. രോഗനിർണയം ബ്ലഡ് ടെസ്റ്റ് വഴിയാണ്. ചില രോഗികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷനുകായിട്ട് എടുക്കേണ്ടി വരും. മറ്റു ചിലർക്ക് വീട്ടിൽ വെച്ച് തന്നെ ഗുളികകളിലൂടെ ഭേദമാക്കാവുന്നതാണ്. ഈ പറഞ്ഞ ജലജന്യ രോഗങ്ങളെല്ലാം ഒരു പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നെങ്കിൽ അതിനൊരു സ്രോതസ് ഉണ്ടാവുകയും ആ സ്രോതസ് കണ്ടുപിടിച്ച് അത് സൂപ്പർ ക്ലോറിനേഷൻ വഴി അണുവിമുക്തമാവുകയും ചെയ്യേണ്ടതാണ്. അത് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഹെൽത്ത് വർക്കേഴ്സിനെയോ ആശാ വർക്കേഴ്സിനെയോ അറിയിക്കേണ്ടതാണ്. വേനൽക്കാലത്ത് വരുന്ന മറ്റൊരു സാംക്രമിക രോഗമാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റിവൈറ്റിസ് വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും അലർജി കൊണ്ടുമൊക്കെ ഉണ്ടാകാം. കണ്ണിന് ചുവപ്പ് നിറം, കരട് പോയതുപോലെയുള്ളൊരു തോന്നൽ, കണ്ണുനീര് അധികമായി വരിക, പ്രകാശത്തിൽ നോക്കുമ്പോൾ കണ്ണിന് പുളിപ്പ് അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ശുദ്ധമായ തണുത്ത വെള്ളം വെച്ച് കണ്ണ് കഴുകുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടവിട്ടുള്ള ഇടവേളകളിൽ കണ്ണിനുള്ള മരുന്നുകൾ ഒഴിക്കുക. സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. കാരണം ചികിത്സ ശരിയായ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഭേദമാകുന്ന ഒരു അസുഖമാണ്. എന്നാൽ സ്വയം ചികിത്സിച്ചാൽ മറ്റ് കോംപ്ലിക്കേഷൻസുകൾ വരാം.
മറ്റ് ഒരു അസുഖമാണ് ത്വക്കിനെ ബാധിക്കുന്ന പൂപ്പൽ, ഫംഗൽ ഇൻഫെക്ഷൻസ്. വേനൽക്കാലത്ത് വിയർപ്പ് കൂടി വരുന്നത് കൊണ്ട് ജലാംശം കൂടുതലായിരിക്കും നമ്മുടെ ത്വക്കിൽ. അത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻ അഥവാ പൂപ്പലുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടയുടെ ഇടുക്കുകൾ, കൈകാലുകളുടെ ഇടുക്കുകൾ ഇവയാണ് കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. അതിന് ആവശ്യമായ ലേപനങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുരട്ടേണ്ടതും ഈർപ്പം ഇരിക്കാത്ത രീതിയിൽ കുളി കഴിഞ്ഞ് നല്ലവണ്ണം ഈർപ്പം തുടച്ചെടുക്കേണ്ടതും അടിവസ്ത്രങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കേണ്ടതുമാണ്. മറ്റൊന്ന് മൂത്രാശയ രോഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് യൂറിനറി ഇൻഫെക്ഷൻ. മൂത്രപ്പഴുപ്പ് ഉണ്ടാകുന്നത് വെള്ളം കുടി കുറയുന്നത് കൊണ്ടാണ്. വേനൽക്കാലത്ത് 3 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് യൂറിനറി സ്റ്റോൺ, മൂത്രാശയക്കല്ല്. മൂത്രാശയക്കല്ലും വെള്ളം കുടി കുറയുന്നത് കൊണ്ട് മൂത്രം കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുകയും അതുമൂലം മൂത്രാശയക്കല്ലുകൾ ഉണ്ടാവുകയും നേരത്തെ ഉണ്ടായിരുന്ന കല്ലുകൾ വേദനയായി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് വേനൽക്കാലത്ത് ഉണ്ടാകുന്നത്. അതിനും പ്രതിവിധി ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. വേദന ശമിപ്പിക്കാനുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാം. ഇനി സാംക്രമിക രോഗങ്ങളല്ലാതെ ചൂടുകാലത്തുണ്ടാകുന്നത് ചൂടുകുരു, ചർമ്മത്തിലെ ചുമപ്പ് എന്നുള്ളവയാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം സൂര്യപ്രകാശം നേരിട്ട് ദേഹത്ത് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ റിയാക്ഷൻസ് ആണിത്. ഫോട്ടോ സെൻസിറ്റിവിറ്റി, ഫോട്ടോ ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നു. അതിൻ്റെ പ്രതിവിധികൾ നല്ലവണ്ണം വെള്ളം കുടിക്കുക, 2 തവണ ദേഹം വെള്ളം കൊണ്ട് കഴുകുക, കോട്ടൺ ഡ്രസ്സുകൾ, അയഞ്ഞ ഡ്രസ്സുകൾ ഇടുക, ലൈറ്റ് കളറായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക, വെയിലത്തിറങ്ങുമ്പോൾ കുട പിടിച്ചു പോവുക. ഇതെല്ലാം വഴി നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ വെയിലേറ്റ് ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ അല്ലെങ്കിൽ സ്കൂളിൽ പോയി ആ സമയത്ത് കളിക്കുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് കണ്ടീഷനുകളുണ്ട്. അതാണ് സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക്, ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് ക്രാംസ്, ഹീറ്റ് സിങ്കോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ജീവന് ഭീഷണിയുള്ളത് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതമാണ്. ഇത് കഠിനമായ വെയിൽ ദേഹത്തടിക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ താപനില സമമായി കൊണ്ടുപോകാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും, അതായത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ആണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത്. ആ ഒരു കഴിവ് ശരീരം ചൂട് പിടിക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക്. അപ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുകയും 104 ഡിഗ്രി കൂടുതലാവുമ്പോഴാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി തലച്ചോറിനും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും കാര്യമായ ക്ഷയമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ബോധക്ഷയവും അപസ്മാരം, അതുപോലെ ബോധമില്ലാത്ത കോമ സ്റ്റേജിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുള്ളതാണ് സൂര്യാഘാതം. പെട്ടെന്ന് കാരണമായ വെയിൽ ഏറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുകയും ദേഹം മുഴുവൻ തണുത്ത വെള്ളം കൊണ്ട് കഴുകുകയും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ അപകടകരമാകാവുന്ന ഒരു അവസ്ഥയാണ് സൂര്യാഘാതം. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ അപകടനില കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഹീറ്റ് എക്സോഷൻ. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നതെങ്കിലും ശരീരത്തിൻ്റെ ഊഷ്മാവ് 104 ഡിഗ്രി താഴെയായിരിക്കും. ഇവിടെ തലച്ചോറിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ തലകറക്കം, തലവേദന, ഛർദി എന്നിവയാണ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഒരുപാട് വെള്ളം കൊടുക്കുക, ശരീരം പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഹീറ്റ് ക്രാംസ് എന്ന് പറയുന്നതും കുറച്ചുകൂടെ മൈൽഡർ വേരിയൻ്റ് ആണ്. കഠിനമായ വെയിലേക്കുമ്പോൾ ഉണ്ടാകുന്ന പേശിയിലെ മുറുക്കമാണ് ഹീറ്റ് ക്രാംസ്. മറ്റൊന്ന് ഹീറ്റ് സിങ്കോപ്പാണ്. അസംബ്ലിയിൽ നിൽക്കുന്ന കുട്ടികൾ പലരും ഒരുപക്ഷെ വെയിലിൽ എത്തി നിൽക്കുമ്പോൾ തല ചുറ്റി വീഴാറുണ്ട്. ഇതെല്ലാം ഈ ഹീറ്റ് സിങ്കോപ്പിന് ഒരു ഉദാഹരണമാണ്. തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നത് കൊണ്ട് ആണ് ഇത് വരുന്നത്. നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും കൂടുതൽ വരുന്നത്. തല താഴ്ത്തി വെച്ച് കിടക്കുകയും ഒരുപാട് വെള്ളം കുടിക്കുകയും ദേഹം തണുത്ത വെള്ളം വെച്ച് തുടച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ശരിയാവുന്നതാണ്. മറ്റൊന്ന് വരണ്ട ചർമ്മമാണ്. വരണ്ട ചർമ്മം കൂടുതലായും കാണുന്ന വേനൽക്കാലത്താണ്. അതിന് മോയ്സ്ചറൈസറുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ സമയം കുളിക്കുക, പൗഡർ പോലുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നവ ഉപയോഗിക്കാതിരിക്കുക, ഇവയാണ് ചെയ്യേണ്ടത്. പൊതുവേ ഈ വേനൽക്കാലത്ത് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ: 1, ധാരാളം വെള്ളം കുടിക്കുക, അതും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. 2, ആഹാരം പാചകം ചെയ്ത് 4-5 മണിക്കൂറിനകത്ത് തന്നെ കഴിക്കുക. ആഹാരം പാചകം ചെയ്ത ശേഷം വയ്ക്കുന്നത് നല്ലോണം മൂടി വയ്ക്കുക. ഈച്ച പോലുള്ള പ്രാണികൾ കൂടുതലുള്ള സമയമായതുകൊണ്ട് പകർച്ചവ്യാധികൾ പകരാനുള്ള സാധ്യത കൂടുതലാണ്. വെയിലത്ത് പോകുന്ന സമയത്ത് ലൈറ്റ് കളറുള്ള കുടകൾ പിടിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് അഭികാമ്യം. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി കഴിക്കുക. ലഘുഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് ഈ വേനൽക്കാലത്ത് ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കാം. വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ്. Shadha